ഞാൻ ഇന്ന് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓവർ തിങ്കിങ് കേൾക്കുമ്പോൾ ആൾ ഭയങ്കര നിസ്സാരക്കാരനാണ്. പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ ഈ കുഞ്ഞു ജീവിതത്തിൽ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു അത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റൂ. അപ്പം നമുക്ക് ഈ നമ്മുടെ ഈ ലൈഫിനെ, അതും ഇത്രയും നല്ല ലൈഫിനെ നമ്മളിങ്ങനെ വെറുതെ ചിന്തിച്ച് നഷ്ടമാക്കുന്ന സമയം കൊണ്ട് നമുക്കെങ്ങനെ ഈ ഓവർ തിങ്കിങ്ങിനെയൊക്കെ ഒന്ന് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 4 സ്റ്റെപ്സ്, അതായത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻ വെച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിലാകുമ്പോൾ നമ്മുടെ ഇമോഷൻ അത്യാവശ്യം നമ്മൾ അത് തന്നെ ഇരുന്ന് കണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ഡോപ്പാമിൻ ലെവൽ കയറാൻ അത് മാത്രം പോരെ, പിന്നെന്ത് വേണം? പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് റൈറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ തോട്ട്സ് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വരുന്ന കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക, എഴുതി നോക്കുക. എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കണേ, നമ്മൾ എന്തുറ്റ ചിന്തിക്കണേ എല്ലാം എഴുതി വയ്ക്കുമ്പോൾ അവസാനം നമ്മൾക്ക് എല്ലാം വായിച്ച് കഴിയുമ്പോൾ നമ്മുടെ തോട്ട്സിൽ നിന്ന് തന്നെ ഒരു ക്ലാരിറ്റി ഫോം ചെയ്യും. അപ്പം നമുക്ക് അതെന്താണ് സംഭവം എന്ന് പിടികിട്ടും. അപ്പം നമ്മളങ്ങനെ അധികം ചിന്തിച്ച് പോവില്ല, കാരണം നമുക്ക് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മളെ ഭയങ്കര നെഗറ്റീവാക്കി വെച്ചിട്ടുണ്ടാവും. നമുക്കറിയാവുന്ന കാര്യങ്ങളെപ്പോഴും അതിനെയൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന രീതിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഐ ആം നോട്ട് ബ്യൂട്ടിഫുൾ എന്ന് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡാണ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിച്ച സമയങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് അതിൻ്റെ ഗുഡ് സൈഡ് ഐ ആം ബ്യൂട്ടിഫുൾ എന്നിട്ട് അത് വിശ്വസിക്കുക. എന്നിട്ടത് നമ്മൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ശരിക്കും അതിങ്ങനെ നമ്മളിങ്ങനെ യെസ് ഐ ആം ബ്യൂട്ടിഫുൾ ആ ഒരു രീതിക്ക് അങ്ങോട്ട് എടുത്താണ്ടല്ലോ നമ്മുടെ മൈൻഡ് സൂപ്പറാവും. പിന്നെ ഇതുപോലെയാണ് നമുക്ക് വിഷമുള്ള ആൾക്കാരുടെ അടുത്ത്, അതായത് എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമാണ്, അത് ബാഡ് സൈഡിൽ എഴുതാം. പിന്നെ ഗുഡ് സൈഡിൽ നമുക്ക് എങ്ങനെ എഴുതാം, എനിക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ്, അതായത് പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ പകുതി നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കര റീഫ്രഷ് ആയ പോലെ തോന്നും. അതായത് നമ്മൾ പോസിറ്റീവിലോട്ട് കൺവേർട്ട് ചെയ്യും. നമ്മുടെ ഉള്ളിലുള്ള എത്ര നെഗറ്റീവ്സ് ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണത് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി നോക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് കുറേ ഉണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ പോലും ആലോചിച്ച് പോയി. അതായത് ഞാൻ എത്രയോ നാൾ ഇങ്ങനെ ഇത് എഴുതി വെച്ചപ്പോഴാണ് എൻ്റെ ദൈവമേ എത്ര നെഗറ്റീവ് തോട്ട്സാണ് എൻ്റെ തലയിൽ ഓടിയിരുന്നത്, അതും കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര റീഫ്രഷ് ആവട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ, അതായത് നമ്മുടെ ലാസ്റ്റ് വൺ, ദിസ് ഈസ് വെരി ഹെൽപ്ഫുൾ ഞാൻ പറയുകയാണെങ്കിൽ, അതാണ് ക്യാൻ ഐ സോൾവ് ദിസ്. അതായത് ഇനി നമ്മളിങ്ങനെ ലൈഫിൽ വെറുതെ ഇങ്ങനെ ആലോചിച്ച് സമയം കളയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, കുറേ തോട്ട്സ് വരുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ നമ്മളിങ്ങനെ ആലോചിക്കുക ക്യാൻ ഐ സോൾവ് ദിസ്. അതായത് നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, അത് നമ്മുടെ ലൈഫിലൊരു ഭാഗമാണ്. താനെ നമ്മുടെ ലൈഫ് പോകും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്തത് ചേഞ്ച് ചെയ്യണ്ട. ഇപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ ഓക്കെ, ദെൻ വി ക്യാൻ സോൾവ് ദാറ്റ്. ക്യാൻ ഐ സോൾവ് ദിസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അത് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വെറുതെ ആവശ്യമില്ലാതെ നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് വെറുതെ ആലോചിച്ച് സമയം കളയുന്നത്. നമ്മൾ കൺട്രോളായിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആലോചിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് അപ്പം തന്നെ ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ഇന്ന് 3 കാര്യമാണ് പറഞ്ഞത്. അതായത് 1 റൈറ്റ് ചെയ്യുക, 2 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക, 3 ക്യാൻ ഐ സോൾവ് ദിസ് എന്ന് ചിന്തിക്കുക. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സോഷ്യൽ മീഡിയ, അതായത് ഇൻസ്റ്റാഗ്രാം ആവട്ടെ യൂട്യൂബ് ആവട്ടെ, അതിൽ നമ്മൾ കുറേ ഷോർട്സ് കാണും. അതായത് മറ്റുള്ളവരുടെ ഹാപ്പിനെസ്, അതായത് ഡോപ്പാമിൻ കയറുന്ന കാര്യങ്ങളായിരിക്കാം കൂടുതൽ. ചിലപ്പോൾ സങ്കടമുള്ള, ഇപ്പം നമ്മൾ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ കാണുമ്പോൾ കൂടുതൽ കയറുക സങ്കടമായിട്ടുള്ള റീൽസും കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇമോഷനെ പിടിച്ചിരുത്താനുള്ള കഴിവ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് അതൊന്ന് റിയലൈസ് ചെയ്താൽ മതി, നമ്മൾ ആ അൽഗോരിതത്തിൽ പെട്ടുപോകരുത്. 4 കാര്യമാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്.
എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ വേദനിക്കുന്നത് മേ ബി നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ നമ്മൾ മറ്റൊരാളെ നോവിച്ചു, അല്ലെങ്കിൽ ആ ഒരു പെയിൻ വെച്ചിട്ടായിരിക്കും നമുക്ക് സഹിക്കാൻ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നമ്മളെ തന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, അവരുടെ നെയിം ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അവരോട് പറയുക, അതായത് ഐ എം സോറി, ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണേ, നീ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഞാൻ നിന്നോട് സോറി പറയുന്നു, നീ എനിക്ക് തിരിച്ച് ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്നുള്ള രീതിയിൽ പറയാം. ഇത് നമ്മൾ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് കുറേ വഴി കാണിച്ചു തരും നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ. അതെന്ന് പറയുന്നൊരു നമുക്ക് റിലീഫ്. നമ്മൾ മനുഷ്യരല്ലേ, തെറ്റ് പറ്റാലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ചേഞ്ച് ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു ന്യൂ ലൈഫായിരിക്കും. അതായത് വെറുതെ ഇങ്ങനെ റീൽസും യൂട്യൂബിലെ ഷോർട്സൊക്കെ കണ്ട് ഇങ്ങനെ വിഷമുള്ളതൊക്കെ കണ്ട്, അല്ലെങ്കിൽ പലരുടെയും ഇമോഷൻസൊക്കെ കണ്ട് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന സിസ്റ്റം. അതായത് നമ്മളധികം ഇതിലൊക്കെ ടൈം ചിലവഴിക്കാതിരിക്കുക. അതിന് പകരം എന്ത് ചെയ്യാം, നമ്മളെ കൂടുതൽ ആക്റ്റീവ് ആക്കുന്ന, ചിലപ്പോൾ അത് ഡ്രോയിങ് ആവാം, നമുക്ക് ഡാൻസ് ചെയ്യുന്നതായിരിക്കാം ഇഷ്ടം, അങ്ങനെ പല നമ്മുടെ ഹോബീസ് ആയിരിക്കാം, അതൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് വേണമെങ്കിൽ ഡാൻസ് എടുത്ത് റീലിടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് യൂട്യൂബിലായാലും പോസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതായത് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിക്കാനൊന്നും ഇരിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്. സംഭവം നമ്മളൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഓവർ തിങ്കിങ് ഒക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്നേ. നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ലൈഫ് സെറ്റാവും.